നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തജനസഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥകുളത്തിൽ ആറാടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തി നിർഭര സമാപനം. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഷ് പിടികൂടിയ ബാരലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകി. ₹40 ലക്ഷം ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിൽ. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞുകിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്കു കയറ്റി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തി നിർഭര സമാപനം. ഭക്തജനസഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥകുളത്തിൽ ആറാടി. ആറാട്ടിന് സാക്ഷിയാകാൻ ക്ഷേത്രകുളത്തിനു ചുറ്റും ജനം തിങ്ങി നിറഞ്ഞു. ആറാട്ടു കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഗുരുവായൂരപ്പന്റെ 10 നാളത്തെ ഉത്സവം കൊടിയിറങ്ങി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആറാട്ടു ചടങ്ങുകൾ നിർവഹിച്ചത്. ബുധനാഴ്ച സന്ധ്യയ്ക്ക് കൊടിമരച്ചുവട്ടിലെ പഴുക്കാമണ്ഡപത്തിൽ ശാന്തിയേറ്റ് കീഴ്ശാന്തി മേച്ചേരി ശ്രീകാന്ത് നമ്പൂതിരി ദീപാരാധന നടത്തിയ ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് തുടങ്ങി. ചോറ്റാനിക്കര വിജയനും ചെർപ്പുളശ്ശേരി ശിവനും നയിച്ച പഞ്ചവാദ്യത്തോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് ക്ഷേത്രക്കുളം വലം വെച്ചു. രാത്രി ആറാട്ടുകടവിലെത്തിയപ്പോൾ ഭഗവത് തിടമ്പുമായി തന്ത്രി കുളത്തിലിറങ്ങി. ആറാട്ടു കഴിഞ്ഞ് പിടിയാന ദേവിയുടെ പുറത്താണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. തുടർന്ന് 11 പ്രദക്ഷിണം നടത്തിയ ശേഷമായിരുന്നു ആറാട്ട് ചടങ്ങുകൾ സമാപിച്ചത്. ബുധനാഴ്ച സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെ ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തരുടെ നിയന്ത്രണാതീതമായ തിരക്കായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലെ പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി ഗുരുവായൂരപ്പൻ വൈകിയാണ് ഉണരുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് രാവിലെ 8-ന് ശേഷമേ ഭക്തർക്ക് ദർശനമുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 1-ന് നടയടച്ചു. തെക്കേനടയിലെ പ്രസാദ ഊട്ടുശാലയിൽ ഉച്ചയ്ക്ക് 2-നുള്ളിൽ പ്രസാദ ഊട്ട് അവസാനിപ്പിച്ചു. ചോറ്, സാമ്പാർ, അവിയൽ, കിച്ചടി, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി എന്നിങ്ങനെ വിഭവസമൃദ്ധമായിരുന്നു ആറാട്ടു സദ്യ. മറ്റു വാർത്തയിലേക്ക്. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഷ് പിടികൂടിയ ബാരലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകി. ചൂണ്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിലെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ താഴെ നിലയിൽ സൂക്ഷിച്ചിട്ടുള്ള ബാരലുകളിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ചൂണ്ടൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് ആരോഗ്യ വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന് നോട്ടീസ് നൽകി. പല തവണകളായി എക്സൈസ് നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത വാഷ് സൂക്ഷിച്ചിരുന്ന ബാരലുകളിൽ മലിനജലം നിറഞ്ഞ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയിലാണ്. 7 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി പരിസരം വൃത്തിയാക്കാൻ എക്സൈസ് ഇൻസ്പെക്ടറോടും കെട്ടിട ഉടമയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ₹40 ലക്ഷം ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലെത്തി. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞുകിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ഈ മണ്ണ് ഉപയോഗിച്ച് തോടിന്റെ വരമ്പ് ബലപ്പെടുത്തുന്നുമുണ്ട്. തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലായി 7 കിലോമീറ്റർ നീളത്തിൽ പരന്നുകിടക്കുന്ന കൊള്ളഞ്ചേരി തോട്ടിൽ കടവല്ലൂർ ഭാഗത്തു മാത്രമാണ് നവീകരണം നടത്തുന്നത്. അതിനാൽ ഇപ്പോൾ നടത്തുന്ന ജോലികൾ കൊണ്ട് അടുത്ത സീസണിലെ നെൽകൃഷിക്ക് പൂർണ്ണതോതിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലെന്നും മറ്റു ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങൾ കൂടി നവീകരിച്ചാൽ മാത്രമേ തോട്ടിലെ ജലസംഭരണം ഫലപ്രദമാകൂ എന്നും കർഷകർ പറയുന്നു. ആൽത്തറ കുന്നത്തൂരിൽ നിർത്തിയിട്ട ബൈക്കിൽ കാറിടിച്ച് പോലീസുകാരന് പരിക്ക്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് ചന്ദ്രനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ബൈക്കിൽ പോകുന്നതിനിടെ കുന്നത്തൂരിൽ വെച്ച് ഫോൺ വന്നതിനെ തുടർന്ന് റോഡരികിൽ ബൈക്ക് നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കെ കാർ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിന് സാരമായി പരിക്കുപറ്റിയ പോലീസുകാരനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഷിക ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് NS ധനൻ ബജറ്റ് അവതരണം നടത്തി. 31,19,14,000 രൂപ വരവും 83,74,883 രൂപ പ്രാരംഭ ബാക്കിയും ചേർത്ത് ആകെ 32,02,88,883 രൂപ വരവും 31,13,44,200 രൂപ ചെലവും 88,44,683 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന സമഗ്ര വികസനത്തിലൂന്നിയ ബജറ്റാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കായി അവതരിപ്പിച്ചത്. ഭവന മേഖലയിൽ 5,50,00,000 രൂപയും
കാർഷിക മേഖലയ്ക്ക് 1,01,40,000 രൂപയും ശുചിത്വ ടൂറിസം മേഖലകൾക്കായി ആകെ 77,30,000 രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുചിത്വ ടൂറിസം മേഖലയെ കമനീയം കണ്ടാണശ്ശേരി എന്ന ശീർഷകത്തോടുകൂടിയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വരുംകാല വികസന പ്രവർത്തനങ്ങളെ ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നടപ്പു സാമ്പത്തിക വർഷത്തെ ബജറ്റ്. പട്ടികജാതി ക്ഷേമത്തിനായി 1,52,50,000 രൂപ, വിദ്യാഭ്യാസ മേഖലയ്ക്കും വായനശാലകൾക്കും 25,70,500 രൂപ, കലാ സംസ്കാരം യുവജനക്ഷേമം 25,30,000 രൂപ, അഗതി ആശ്രയ പദ്ധതികൾക്കായി 12,80,000 രൂപ, റോഡ് വികസനം 18,46,000 രൂപ, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് 5,56,10,000 രൂപ എന്നിങ്ങനെ മറ്റു പദ്ധതികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബജറ്റിന്റെ ആമുഖം അവതരിപ്പിച്ച ശേഷമാണ് വൈസ് പ്രസിഡന്റ് ധനൻ ബജറ്റ് അവതരിപ്പിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ഹെഡ് ക്ലർക്ക് പ്രേം, അക്കൌണ്ടന്റ് ധന്യ എന്നിവർ സംസാരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. എയ്യൽ പാറപ്പുറത്ത് തനിച്ച് താമസിക്കുന്ന 78-കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്കത്ത് വീട്ടിൽ രാമചന്ദ്രനാണ് മരിച്ചത്. രാമചന്ദ്രനെ 2 ദിവസമായി വീടിന് പുറത്തേക്ക് കാണാനില്ലായിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മകൻ നിജിത്തിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. രാമചന്ദ്രന് 2 മക്കളാണുള്ളത്. ജിഷ്മ മകളും തങ്കമണി ഭാര്യയുമാണ്. മകളോടൊപ്പം ബാംഗ്ലൂരാണ് താമസം. പുല്ലാനിച്ചാൽ കോൾപ്പടവിൽ കൊയ്ത്തു തുടങ്ങി. കാട്ടക്കാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന പുല്ലാനിച്ചാൽ പടവിൽ 130 ദിവസം മുതൽ 140 ദിവസം വരെ മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് വേലായുധൻ മാസ്റ്റർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ്കുമാർ, കാട്ടക്കാമ്പാൽ കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ മുഖ്യാതിഥികളായി. കരിയാപ്പാടം പടവ് പ്രസിഡന്റ് റസാക്ക്, കർഷകരായ ജേക്കബ്, ജയൻ, അനിയൻ, ബാബു, രാജൻ എന്നിവർ പങ്കെടുത്തു. 1,350 രൂപ വാടകയുള്ള 3 കൊയ്ത്തു മെതിയന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് സോണി സക്കറിയ പറഞ്ഞു. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാവതില്ലേ എന്നാണല്ലോ കവിവാക്യം. ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാകാത്തതാണ്. മലയാളക്കരയാകെ കണിക്കൊന്നകൾ പൂത്ത് വർണ്ണാഭമായാണ് വിഷുവിനെ വരവേൽക്കുന്നത്. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വമുണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിൻ്റെയും സമൃദ്ധിയുടേതുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? ഓരോ വിഷുക്കാലത്തും കണ്ണിൻ്റെ കുളിരായി പാതയോരത്തും തൊടിയിലും അങ്ങനെ പൂത്തു നിൽക്കുകയാണ്. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കലും കായ്ക്കലുമൊക്കെ നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ പ്രകൃതിയുടെ താളത്തിനൊത്ത് ചലിക്കുമ്പോഴാണ് വിഷുക്കാലത്ത് മലയാളത്തിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടുംവേനലിന് തൊട്ടുമുൻപ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്തുവിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ പുഷ്പചക്രം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ പൂക്കളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന നിറവാണ് മറ്റു പുഷ്പിണികളായ സസ്യങ്ങളെക്കാൾ കണിക്കൊന്നയെ വ്യത്യസ്തമാക്കുന്നത്. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷമെത്തുമെന്നാണ് പഴമൊഴി. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുലയെന്നും കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. ഗൃഹാതുരത്വം പേറുന്ന മലയാളികൾ കേരളത്തിന് പുറത്തും കണിക്കൊന്ന നട്ടുവളർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് കണക്കുതെറ്റിച്ച് കണിക്കൊന്ന കാലവും കണക്കുമൊന്നും പരിഗണിക്കാതെ പൂക്കുന്നതു കാണാം. പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോൺ ചൂടുകൂടുമ്പോൾ ഉൽപാദനം കൂടുന്നത് പൂവിടുന്നതിനെ സ്വാധീനിക്കുന്നതാണ് വിഷുവിന് മുൻപായി പോകുന്നത്.
ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന മോർ ഒസ്താത്യോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന വചന പ്രഘോഷണത്തിന് തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും ശേഷം ഫാദർ അഖിൽ മഞ്ഞനിക്കര വചന പ്രഘോഷണം നടത്തി. തുടർന്ന് അത്താഴ ഊട്ടും നടന്നു. തുടർ ദിവസങ്ങളിൽ ഫാദർ അഭിലാഷ് എബ്രഹാം വലിയ വീട്ടിൽ, ഫാദർ ബൈജു കാരിക്കോട് എന്നിവർ വചന പ്രഘോഷണം നടത്തും. ശനിയും ഞായറുമാണ് പ്രധാന പെരുന്നാൾ. വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആശാ വർക്കർമാർക്കായുള്ള പാലിയേറ്റീവ് ഗ്രിഡ് ഏകദിന പരിശീലനം സൂപ്രണ്ട് ഡോക്ടർ നീത ഉദ്ഘാടനം ചെയ്തു. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഏകദിന പരിശീലനത്തിൽ വടക്കേക്കാട് പുന്നയൂർക്കുളം പഞ്ചായത്തുകൾ, ചാവക്കാട് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ആശാ വർക്കർമാർ പങ്കെടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ ബിജോഷ് നേതൃത്വം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് നന്ദിയും പറഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ്, KIO-TT ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകളുള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KV രാജൻ, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ, ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു എന്നിവർ പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയിൽ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഊട്ടുസദ്യയിലും നിരവധി പേർ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി വർണ്ണമഴയും ഉണ്ടായി. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡില്ലൻ മുരിങ്ങാത്തേരി, റപ്പായി താണിക്കൽ, കൺവീനർ ജോസ് താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. പുതിയ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സർവീസ് റോഡിന് അരികിലുള്ള കാനയ്ക്ക് മുകളിലെ സ്ലാബ് പൊട്ടിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു. മന്ദലാംകുന്ന് എടയൂർ അൽ ഹിക്മ മസ്ജിദ് പ്രവേശന കവാടത്തിനരികിലുള്ള കാന മൂടിയ സ്ലാബാണ് പൊട്ടിയ നിലയിലുള്ളത്. ഇതിനു മുകളിലൂടെയാണ് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ സ്ലാബ് ആടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് നഗരസഭ 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ദിൽ രഹാൻ ചികിത്സാ സഹായ ഫണ്ട് കുടുംബത്തിന് കൈമാറി. 2,55,000 രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. മുതുവട്ടൂർ സ്വദേശിയായ ഓട്ടോ ടാക്സി ഡ്രൈവർ ദിഷിബിന്റെ മകനും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയുമായ ദിൽ രഹാൻ രക്താർബുദ ക്യാൻസർ ബാധിച്ച നിലവിൽ RCCയിൽ ചികിത്സയിലാണ്. കാർഡ് തെറാപ്പി ചികിത്സ നടത്തിയാൽ മാത്രമേ രോഗം പൂർണ്ണമായും മാറുകയുള്ളൂ. ഇതിന് 43 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ്. ഫണ്ട് സമാഹരണാർത്ഥം ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായം കാത്തുകഴിയുന്ന കുടുംബത്തിന് ഒരു കൈത്താങ്ങായാണ് 9ാം വാർഡ് കമ്മിറ്റി ചെക്ക് കൈമാറിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചെക്ക് കുടുംബത്തിന് കൈമാറി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ചീരോത്ത് അജിത് കുമാർ, അക്ബർ കോനോത്ത്, ഭാസ്കരൻ, CM മനോഹരൻ, MV സതീഷ്, AV സുരേഷ്, സജീഷ്, രാജൻ, ജഹാംഗീർ, മോഹനൻ, ജോബി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന വനിതാ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. അതിരുകളെയും അസ്വാതന്ത്ര്യങ്ങളെയും മറികടക്കുന്ന വനിതകൾ വിജയം രചിക്കുന്ന കാലഘട്ടത്തിന്റെ ദൃശ്യഗാഥകളാണ് 3 ദിവസം നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ദൃശ്യമാവുക. മേളയുടെ ഉദ്ഘാടനം ചങ്ങരംകുളം മാർസ് തിയേറ്ററിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് നിർവഹിച്ചു. IFFKയിൽ മികച്ച ജൂറി പുരസ്കാരവും പ്രേക്ഷക പുരസ്കാരവും ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ ഫെമിനിറ്റി ഫാത്തിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സിനിമകളുടെ പ്രദർശനം നടക്കുക. വ്യാഴാഴ്ച രാവിലെ 10:30 കറുപ്പഴകി, പകൽ 12 മണിക്ക് വാഡ്ജ്ര, 2 കോട, വെള്ളിയാഴ്ച രാവിലെ 10:30 പീറ, 11 ലാപ്പറ്റ ലേഡീസ്, പകൽ 2 മണിക്ക് B32 മുതൽ 44 വരെ എന്നീ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ചങ്ങരംകുളം മാൾസിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ
പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷയായി. ഫെമിനിറ്റി ഫാത്തിമ സിനിമാ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യാതിഥിയായി. സിനിമയിൽ അഭിനയിച്ച ബിജി വിശ്വനാഥ്, മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ, നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാമദാസ് സ്വാഗതവും റംസീന നന്ദിയും പറഞ്ഞു. വരത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ PM പോഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കിച്ചൺ കം സ്റ്റോറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ M ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പാചകപ്പുര നിർമ്മാണം നടത്തിയ KV ഷിബുവിന് ചാവക്കാട് ഉപജില്ല നൂൺ മിൽ ഓഫീസർ ജിൻസ് ലാസറസ് മൊമന്റോ നൽകി ആദരിച്ചു. ജയരാജ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ചന്ദ്രവതി സത്യൻ, MPTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. കിച്ചൺ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും ചോഴിയാട്ടിൽ മണി കാറ്ററിംഗ് സ്പോൺസർ ചെയ്ത പാലട പായസവും ഉണ്ടായിരുന്നു. മാർച്ച് 20 ലോക സന്തോഷ ദിനം. മനുഷ്യന്റെ സന്തോഷവും ക്ഷേമവും വർദ്ധിക്കുന്നതാണ് പുരോഗതിയെന്ന് ലോകം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് മാർച്ച് 20 ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എന്നാൽ ചിരിക്കാനും അതുപോലെ തന്നെ കാരണങ്ങളുണ്ട്. രാവും പകലും പോലെ സന്തോഷവും സങ്കടങ്ങളും ഇടകലർന്നതാണ് ഓരോ ജീവിതവും. ഏത് പ്രതിസന്ധിയിലും തളരാതെ ഇരിക്കുക, പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക എന്നിവ പ്രധാനമാണ്. ഈ സന്ദേശത്തോടെയാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം ആചരിക്കുന്നത്. 2013 മാർച്ച് 20 അന്താരാഷ്ട്ര സന്തോഷ ദിനം ആദ്യമായി ആചരിച്ചത്. മനുഷ്യരാശിക്ക് സന്തോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ UN അംഗരാജ്യങ്ങളെയും സന്തോഷ ദിനത്തിന്റെ ഭാഗമാകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹ്യജീവിയായ മനുഷ്യൻ അതിന് വിരുദ്ധമായി അവനവനിലേക്ക് ചുരുങ്ങുന്ന സങ്കുചിത ചിന്താഗതികളും എല്ലാം തനിക്ക് ആസ്വദിക്കുവാൻ വാരിക്കൂട്ടണമെന്ന അതിമോഹവും ഹൃദയങ്ങൾക്കിടയിലെ സൗഹൃദങ്ങളും ഇല്ലാതാക്കി. നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കുക എന്നതാണ് ഈ സന്തോഷ ദിനത്തിന്റെ പ്രമേയം. നമുക്ക് സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും എന്തു വില കൊടുത്തും അത് തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്നുമാണ് ഈ പ്രമേയത്തിന്റെ വിവക്ഷ. ലോകത്ത് മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് സന്തോഷമാണെന്ന തിരിച്ചറിവാണ് ലോക സന്തോഷ ദിനമെന്ന ആശയത്തിന് പ്രേരകം. വടക്കാഞ്ചേരി സപ്ലൈകോ ഗോഡൌണിൽ നിന്നും സ്കൂൾ ഉച്ചകഞ്ഞിക്കുള്ള അരി കാണാതായത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ സർക്കാർ സൗജന്യമായി നൽകുന്ന അരി മറിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്ന ലോബി വടക്കാഞ്ചേരിയിലുണ്ടെന്നും ഉടനടി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും DCC സെക്രട്ടറി K അജിത് കുമാർ, ജിജോ കുര്യൻ, PJ രാജു, ബിജു ഇസ്മായിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന് എന്നിവർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും പ്രചരിക്കുന്ന ഊഹാഭാവങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് സിവിൽ സപ്ലൈസ് മാനേജർ പറയുന്നത്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ആ തിരിച്ചു വരുന്ന അരി കള്ളക്കണക്ക് എഴുതി അത് പുറത്തുള്ള ഏജൻസികൾക്ക് മറിച്ച് വിൽക്കുന്നത് പല സ്ഥലത്തും വ്യാപകമായിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ സൗജന്യ നിരക്ക് കൊടുക്കുന്ന അരി അത് പുറത്തുള്ള ഏജൻസികൾക്ക് മറച്ചു കൊടുക്കുന്ന ഒരു സമീപനം തലപ്പള്ളി താലൂക്ക് ഗോഡൌണിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ ഗുരുതരമായ വിഷയമാണ്. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരായ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ്സിന് ആയുർവേദ ഡിസ്പെൻസറി ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഹൗസ് സർജൻ ഡോക്ടർ അമൃത എന്നിവർ നേതൃത്വം നൽകി. ICDS സൂപ്പർവൈസർ അശ്വതി സ്വാഗതവും അംഗൻവാടി വർക്കർ മല്ലികേശ്വരി നന്ദിയും പറഞ്ഞു. വരവൂർ പഞ്ചായത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്കായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സുഭാഷ് വിഷയാവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, PK യശോദ, പഞ്ചായത്ത് VK സേതുമാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹരിനാരായണൻ, കമ്മ്യൂണിറ്റി അംബാസിഡർ MB ചിത്ര, PRP അനിത എന്നിവർ സംസാരിച്ചു. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക്
മുളയം SDV സെമിനാരി വൈസ് റെക്ടർ ഫാദർ ഷിൻഡോ തോമ്പിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് തിരുപ്രദക്ഷിണം, ലതീഞ്ഞ്, നോവേന എന്നീ തിരുകർമ്മങ്ങൾ ഉണ്ടായി. ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി ഊട്ടുനേർച്ച ആശീർവദിച്ചു. തിരുനാളിൽ സംബന്ധിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നേർച്ച ഊട്ട് വിതരണം ചെയ്തു. പള്ളി കൈക്കാരന്മാരായ AM തോമസ്, CL ജോസ്മോൻ, ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ VK ലാസർ, കമ്മിറ്റി അംഗങ്ങളായ KV തോമസ്, AI ജോർജ്, CJ ലാസർ, VL ആന്റണി, റോസിലി കുര്യാക്കു, CC ഷൈല എന്നിവർ ഊട്ടുതിരുനാൾ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് വിചാരയുടെ നേതൃത്വത്തിൽ AKG ആൻഡ് ഭഗത് സിംഗ് സ്മാരക സെവൻസ് ഫുട്ബോൾ മേള ഏപ്രിൽ 6 മുതൽ കോഴിക്കുളങ്ങര മൈതാനിയിൽ ആരംഭിക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. ഏപ്രിൽ 12 നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ചാവക്കാട്ടെ അഭിഭാഷകരും പോലീസും തമ്മിലും, വെറ്ററൻസ് മത്സരത്തിൽ KFA കോഴിക്കുളങ്ങരയും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷനും തമ്മിലും ഏറ്റുമുട്ടും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾക്ക് മാർച്ച് 25-നകം 95 26 72 41 20 എന്ന നമ്പറിൽ വിളിച്ച് ടീം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 95 26 72 41 20. കോതച്ചിറ അരുണോദയം വായനശാലയിലെ വനിതാ കൂട്ടായ്മ വനിതായനം എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി. റാലിയിൽ അമ്മമാരും വിദ്യാർത്ഥികളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കുടുംബശ്രീ യൂണിറ്റുകൾ, മാതൃസമിതികൾ, വായനശാല ഭാരവാഹികൾ, ക്ലബ് അംഗങ്ങൾ എന്നിവർ റാലിയിൽ സന്നിഹിതരായിരുന്നു. സമാപന യോഗം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P കൃഷ്ണവേണി, സുനിത വേണുഗോപാൽ, CK ഗീത, P പ്രിയ, വിനീത ബിനോജ്, വാർഡ് മെമ്പർമാരായ പ്രിയ സുരേഷ്, ദേവയാനി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1-ന് ആദ്യ ബാച്ചും മെയ് 1-ന് രണ്ടാമത്തെ ബാച്ചും ആരംഭിക്കും. സുരക്ഷിതവും ശുചിത്വവും ശാസ്ത്രീയവുമായി നടത്തുന്ന ക്യാമ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ബാച്ചുകളും വനിതാ കോച്ചിന്റെ സഹായവും ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തൃശൂർ റോഡ് ശാസ്ത്രിജി നഗറിലുള്ള അക്വസോൺ സ്വിമ്മിംഗ് പൂൾ ഓഫീസിലോ 70 12 31 21 52 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം. ആർത്താറ്റ് ബാവാപ്പള്ളി ചീരംകുളം റോഡിൽ താമസിക്കുന്ന വെള്ളക്കട പത്മനാഭൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടന്നു. പത്മാവതി ഭാര്യയും രജീഷ്, സജീഷ്, രജിത എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിക്ക് കിഴക്കുഭാഗം താമസിക്കുന്ന പരേതനായ മൊയ്തുട്ടി ഹാജി മകൻ കൊട്ടേക്കാട്ടിൽ മുഹമ്മദ് നിര്യാതനായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം കിഴക്കേ കല്ലൂർ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷാമിലയാണ് ഭാര്യ. ഹിബ, ഹുദ, നിദ, ഇബ്രാഹിം, സക്കരിയ എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡ് പനങ്ങാട്ട് ബിൽഡിങ്ങിനടുത്ത് തെക്കേക്കര വീട്ടിൽ പാപ്പച്ചൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. മറിയാമ്മ ഭാര്യയും മിനി, ഷൈനി, ജിജു എന്നിവർ മക്കളുമാണ്. ചിറ്റഞ്ഞൂർ സൗഹൃദ നഗർ ഫസ്റ്റ് ST ലൈനിൽ താമസിക്കുന്ന പോലിയത്ത് കുര്യൻ മകൻ തമ്പി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ലൂസി ഭാര്യയും ലിത, ലിബിൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തജനസഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തി നിർഭര സമാപനം. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഷ് പിടികൂടിയ ബാരലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകി. ₹40 ലക്ഷം ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിൽ. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞുകിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.